നമസ്കാരം, ഷാഫി ദ വാട്സപ്പ് എക്സ്പെർട്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഓട്ടോമൊബൈൽ ഡീലേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമൊബൈൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്, അതിനുള്ള സൊല്യൂഷൻസ് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് പറയാം, ഒന്ന് ഇൻറ്റൻസ് കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖല തന്നെയാണ്. കാരണം ഒട്ടനവധി പ്ലെയേഴ്സ്, ബ്രാൻഡ്സ് അടക്കി വാഴുന്ന ഒരു മേഖലയാണ്. അതുപോലെ കൺസ്യൂമർ ടേസ്റ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പല സമയത്തും ആളുകൾക്ക് പല രൂപത്തിലുള്ള വണ്ടികളോടായിരിക്കും താല്പര്യം ഉണ്ടാകുന്നത്. ചിലപ്പോൾ അത് SUV ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ആയിരിക്കാം, അല്ലെങ്കിൽ സെഡാൻ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ പല രൂപത്തിലുള്ള പല സമയത്ത് ആളുകൾ അല്ലെങ്കിൽ പല ബ്രാൻഡുകളോടുള്ള താല്പര്യം കൂടിയിട്ട് കുറഞ്ഞിട്ടൊക്കെ വരും. ഇതൊരു കോമൺ ആണ്. പിന്നെ വരുന്നത് ഡിജിറ്റൽ ഡിസ്റപ്ഷൻ. ഇന്ന് ഫേസ്ബുക്കിലെ ഒട്ടനവധി പരസ്യങ്ങളും മറ്റൊക്കെ കാണുന്നതാണ് ഓട്ടോ ഡീലേഴ്സിനെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ലൂപ്പ് ഹോൾസ് അവർ വരുത്തിയിട്ടുണ്ട്. ഒരു ആഡ് ചെയ്യുമ്പോഴും ചെയ്തിട്ടും എല്ലാം കാര്യങ്ങൾ കസ്റ്റമർക്ക് എപ്പോഴാണോ റിപ്ലൈ വേണ്ടത് ആ സമയത്ത് പോലും റിപ്ലൈ കൊടുക്കാൻ പലരും തയ്യാറല്ല. ഒരു ദിവസത്തിന് ശേഷം 2 ദിവസത്തിന് ശേഷമൊക്കെ, അതായത് ഒരു ആഡിൽ എൻക്വയറി ചെയ്ത് ആ കസ്റ്റമർ മറന്നതിന് ശേഷമാണ് പിന്നെ നിങ്ങൾ ഈ ഒരു ഡീറ്റെയിലുമായിട്ട് ചെല്ലുന്നത്. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിലും നല്ലത് നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യാതിരിക്കും നല്ലത്. കാരണം നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്നു, അവരുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്നു. ചോദിച്ച സമയത്ത് കറക്റ്റ് റിപ്ലൈ തരാൻ ഒഴിവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ബിസിനസ് കിട്ടുക? കാരണം ഇഷ്ടം പോലെ ഡീലേഴ്സിൽ ഇഷ്ടം പോലെ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. കസ്റ്റമർക്ക് അവൈലബിലിറ്റി കൂടി. കാരണം ഈ ഒരു ഡിജിറ്റൽ ഡിസ്റപ്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ പിന്നെ പല സെയിൽസ് എക്സിക്യൂട്ടീവ്സും ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് കറക്റ്റ് പ്രൊഡക്റ്റ് നോളജ് ഇല്ല. പലരും പുതുതായിട്ട് വന്നവരും അല്ലെങ്കിൽ അതിൽ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുമല്ല. അപ്പോൾ കറക്റ്റ് പ്രൊഡക്റ്റ് നോളജൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ സെയിൽസ് ടീമിനെ എംപവർ ചെയ്യാം. ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വില കൂടിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സെയിൽസ് സൈക്കിളും കൂടുതലാണ്. കാരണം പെട്ടെന്ന് ആളുകൾ ഡിസിഷൻ എടുക്കില്ല. ഇപ്പോൾ ഒരു വണ്ടിയുടെ ഒരു എൻക്വയറി വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പിന്നെ ഒരു ടെസ്റ്റ് ഡ്രൈവൊക്കെ എടുത്ത് പിന്നെ അതിൽ ഡിസ്കസ് ചെയ്ത് കൂടുതൽ പാർട്ടികളും ഇൻവോൾവ്ഡ് ആവും. ഇപ്പോൾ ഒരു ആൾ മാത്രമായിരിക്കില്ല. വീട്ടിലെ മറ്റുള്ള ഫാമിലി അംഗങ്ങളോടും അതുപോലെ ഫ്രണ്ട്സിനോടും അങ്ങനെയൊക്കെ ചോദിച്ച് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ലൈഫ് സെയിൽസ് സൈക്കിളാണ്. പിന്നെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ്. നമുക്ക് ഇന്നിപ്പോൾ ഏതൊരു ഡീലറി അല്ലെങ്കിൽ ഏതൊരു ബ്രാൻഡിൻ്റെയും പരസ്യങ്ങൾ ഇന്ന് ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളെങ്ങനെ നമ്മുടെ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അവർക്ക് എത്ര പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നു തുടങ്ങിയതിനനുസരിച്ചിരിക്കും നമ്മുടെ സെയിൽ. പിന്നെ ടെക്നോളജിക്കൽ അഡോപ്ഷൻ. നമുക്ക് പുതിയ ടെക്നോളജികൾ എങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കാം. ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് ബിസിനസ്സിൽ വളരെ ചിലവ് കുറഞ്ഞ് കൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് തയ്യാറാവണം നമ്മൾ എന്ന് മാത്രം. അല്ലാതെ മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടോ, ഇവർ ചെയ്തിട്ടുണ്ടോ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഒരു ടെക്നോളജികൾ കൊണ്ടുവരുന്നത്. അത് നിങ്ങളെ വെറുതെ പറ്റിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതല്ല. ഓരോ ടൂൾസും നമ്മൾ ഉപയോഗിക്കേണ്ട രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കണം. സപ്പോസ് ഈ പേന കൊണ്ട് എനിക്ക് കഥ എഴുതാൻ കവിത എഴുതാം, ഇതുകൊണ്ട് ഒരാളെ കുത്താം. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ ഉപയോഗിക്കാം. അത് ഞാൻ തീരുമാനിക്കണം എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ കസ്റ്റമർക്ക് മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്യാം. അവർക്ക് പറ്റിക്കുന്ന രൂപത്തിൽ ചെയ്യരുത്. നിങ്ങളെ പ്രൊഡക്റ്റിൻ്റെ നോളജും അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം റിവീൽ ചെയ്യുക. എന്നിട്ട് അവർ താല്പര്യമാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ, അതിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ അവർ വരും. അത് കസ്റ്റമർക്ക് അറിയാനുള്ള അവകാശമുണ്ട്, അത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ സംഭവങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള മാർക്കറ്റിങ്ങും നമുക്ക് ചെയ്യുന്നുണ്ട് പലരും. അത് ആവശ്യം തന്നെയാണ്. പക്ഷേ നമുക്ക് അതിനൊപ്പം നമ്മുടെ വിസിബിലിറ്റി കൂട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിസിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അത് ഓൺലൈൻ ആയിട്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ലീഡ് ജനറേഷൻ പലപ്പോഴും പലരും ചെയ്യുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലോ അല്ല. ഞാൻ പല ആടുകളും ശ്രദ്ധിക്കുന്നതാണ്. എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ്, ആവശ്യമില്ലാത്ത കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചോദിക്കാം. പിന്നെ ഇതൊക്കെ ഒരു ഇമോഷണൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ, ഒരു വണ്ടി വേണം അല്ലെങ്കിൽ ഒരു വണ്ടി ഇതാവണം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ കുറച്ച് സമയത്തൊക്കെ വരുന്നത്, ആ സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കുക, അതിൻ്റെ നമ്മുടെ ടീം അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതൊക്കെ ഉണ്ട്. കാരണം ഇമോഷണൽ ബേസ്ഡ് ആയത് കാരണം. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വാട്സപ്പിൻ്റെ മാക്സിമം ഉപയോഗപ്പെടുത്താം. അതായത്
ഒരു വിർച്വൽ അസിസ്റ്റൻറ്റ് നമുക്ക് 24 hour അവൈലബിൾ ആയിട്ടുള്ള ഒരു വിർച്വൽ അസിസ്റ്റൻറ്റിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചാറ്റ് ബോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പിന്നെ പ്രൊമോഷണൽ ക്യാമ്പയിൻസും മറ്റൊക്കെ അവർ ഡയറക്റ്റ് വാട്സപ്പ് ത്രൂ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓരോ ഇവൻറ്റുകൾ, പുതിയ ലോഞ്ചിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കസ്റ്റമേഴ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതൊക്കെ അവർ ആരും ചെയ്യാത്ത കുറേ സംഗതികളാണ്. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ലെവലിലേക്കാവും നമ്മൾ പോവുക. അപ്പോൾ അവിടുന്ന് നമുക്ക് ഇപ്പോൾ എക്സ്ചേഞ്ചിൻ്റെ സംഭവങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരെ ഇൻഫോം ചെയ്ത് അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ മാക്സിമം ആളുകളെ കൊണ്ടുവരാൻ നോക്കുക. പിന്നെ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻസും അതിൻ്റെ പുതിയ വെഹിക്കിൾ ലോഞ്ചിങ്ങിൻ്റെ ഇൻഫർമേഷൻസൊക്കെ കസ്റ്റമേഴ്സ് മാക്സിമം കൊടുക്കുക. പിന്നെ ചാറ്റ് സപ്പോർട്ട്, ഇപ്പോൾ അതുപോലെ സർവീസ് ബുക്കിങ്ങിനുള്ള ഓട്ടോമാറ്റ് ചെയ്തിട്ടുള്ള, പിന്നെ അതുപോലെ ഫീഡ്ബാക്കും സർവീസൊക്കെ ചെയ്യാം. ഇതൊക്കെ ഓട്ടോമാറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സർവീസ് റിമൈൻഡേഴ്സ് ഓരോ സമയത്ത് അവർക്ക് റിമൈൻഡർ പോകുന്ന രൂപത്തിലൊക്കെ ചെയ്യാം. ഓർഡർ കൺഫർമേഷൻസ് നിങ്ങളുടെ CRM-ഉമായിട്ട് മാക്സിമം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ സംഭവങ്ങളും ഓരോ ഇവൻറ്റുകളും ഓരോ മെസ്സേജിങ്ങും കമ്മ്യൂണിക്കേഷൻസൊക്കെ ഓട്ടോമാറ്റിക് ചെയ്ത് വെക്കാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ടീമിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനും അത് എത്രത്തോളം ഉണ്ട്, എവിടേക്കാണ് സംഭവങ്ങൾ വരുന്നത്, എവിടേക്കാണ് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. എനിവേ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. എനിവേ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.